അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സൂറത്തുൽ ഹജ്ജ് 5-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ആയത്തിൻ്റെ ആ ഭാഗം, ബാക്കിയുള്ള ഭാഗം ഇങ്ങനെയാണ്: വതറൽ അർള ഹാമിദതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. അതിൽ തജ്വീദിൻ്റെ നിയമം പറയുകയാണെങ്കിൽ മിൻ കുല്ലി സൗജിം ബഹീജ്, സൗജിം ബഹീജ്. നമ്മളെല്ലാ നിയമങ്ങളുടെ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല. ഇഖ്ലാബ് എന്ന് പറയും. ആ നിയമം എന്ന് പറഞ്ഞാൽ ബാഇന് തൊട്ട് മുന്നേ തൻവീൻ, ബൻ ബിൻ ബുൻ, അവിടെ സൗജിൻ എന്നൊന്നല്ലോ, ആ തൻവീൻ വന്നാൽ അല്ലെങ്കിൽ സുക്കൂല നൂന് വന്നാൽ അവിടെ എന്ത് ചെയ്യണം? ബാഇനെ മണിക്കാം. മിങ്കുല്ലി സൗജിംബ, സൗജിംബ, മിങ്കുല്ലി സൗജിം ബഹീജ്. ഇഖ്ലാബ് എന്ന് പറയും. ഇഖ്ലാബിന് ഒറ്റ അക്ഷരേ ഉള്ളൂ, ബാ. ഓക്കെ, മിങ്കുല്ലി സൗജിം ബഹീദ്. തൊട്ട് മുന്നേ ലിക്കൈല യഅലമ കണ്ടോ? ലിക്കൈല യഅലമ മിൻ ബഅദി, മിൻ ബഅദി, മിൻ ബഅദി, മിൻ ബഅദി ഇൽമിൻ ശൈഅ, മിൻ ബഅദി, അതും ഇഖ്ലാബാണ്. ഓക്കെ, അപ്പോൾ വതറൽ അർള ഹാമിദതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാ, വതറൽ അർള. അപ്പോൾ അള്ളാഹ് ഈ പരലോകത്തെ ബഅസിനെ തെളിയിക്കാൻ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞു, അതാണ് നിർത്തി. എന്നിട്ട് അടുത്തത് അള്ളാഹു പ്രകൃതിയിലേക്ക് വരികയാണ്. ഇവിടെയുള്ള പുനരുദ്ധാനം സത്യമാണെന്ന് ബോധിപ്പിക്കാൻ ചെടികളെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, മഴയെക്കുറിച്ച് ഒക്കെ അള്ളാഹു പഠിപ്പിക്കാൻ. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അഫറഅയ്തുമുൽ മാഅ, നിങ്ങൾ വെള്ളം നോക്കുന്നില്ലേ? അത് ആരറക്കുന്നത്? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളം നിങ്ങൾ നോക്കുന്നില്ലേ? അഅൻതും അൻസൽതുമൂഹു, നിങ്ങളാണോ അതിനെ ഇറക്കിയത്? അം, അതല്ല, നഹ്നുൽ മുൻസിലൂൻ, നമ്മളാണോ ഇറക്കിയത്, നാം ആണോ ഇറക്കിയത് എന്ന് അല്ലാഹ് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്ത് പിന്നെ തീ, പിന്നെ വെള്ളം, അങ്ങനെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആ രൂപത്തിൽ ഇവിടെ പറയാണ്, ഈ ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്നവരെ നിങ്ങളൊന്ന് ഭൂമിയിലേക്ക് നോക്ക്, നിങ്ങളൊന്ന് ചെടിയിലേക്ക് നോക്ക്. മതാ അല്ലക്കും വലി അൻആമിക്കും എന്നൊക്കെ നമ്മൾ കേട്ട് പഠിച്ചതല്ലേ. നിങ്ങൾ ചെടിയിലേക്ക് നോക്ക്, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്ക്, നിങ്ങൾ വെള്ളം നോക്കൂ. അതൊക്കെ ഒരു ചുരുക്കിയിട്ടൊന്നും കൂടി പറയാണ്, വതറൽ അർള, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? ആ ഭൂമിയുടെ പ്രത്യേകത ഹാമിദത്തൻ, അത് നിർജീവമായിരുന്നു, വരണ്ടതായിരുന്നു, ഉണങ്ങിയതായിരുന്നു. ഹാമിദത്ത്, ഉണങ്ങിയ ഭൂമി. നമ്മൾ ഏപ്രിൽ മെയ് മാസം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് വയലുകളും പറമ്പുകളൊക്കെ എങ്ങനെ ഉണ്ടാവുക അല്ലെ? ഹാമിദത്ത്, ഉണങ്ങിയ, വരണ്ടുണങ്ങിയ, പിന്നെ നിർജീവമായ ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഫഇദാ അൻസൽനാ അലൈഹൽ മാ, ഫഇദാ അൻസൽനാ, നാം ഇറക്കിയാൽ, ഫഇദാ അൻസൽനാ, നാം ഇറക്കിയാൽ, അൻസല, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാ, തീർച്ചയായും നാം ഇറക്കിയിരിക്കുന്നു, ഹു, അതിനെ. അപ്പോൾ അൻസല, ഇറക്കി. ഫഇദാ അൻസൽനാ, നാം ഇറക്കിയാൽ, നമ്മൾ ഇറക്കുകയാണ്. അങ്ങനെ ഇറക്കിയാൽ, എന്തിറക്കിയാൽ? അൽ മാ, വെള്ളം. അപ്പം നാം വെള്ളം ചൊരിഞ്ഞാൽ, വെള്ളം ഇറക്കിയാൽ, ആകാശ ലോകത്ത് നിന്ന് മഴ ഇറക്കിയാൽ, മഴ വർഷിപ്പിച്ചാൽ എന്നർത്ഥം. മാ, വെള്ളം. ഇഹ്തസ്സത്ത്, ഇഹ്തസ്സത്ത്, ഇഹ്തസ്സ എന്നുള്ള പ്രയോഗം മനസ്സിലാകാൻ നല്ലത്, മറിയം അലൈഹിസ്സലാമിനോട് ഖുർആൻ പറഞ്ഞല്ലോ, വഹുസ്സി ഇലൈക്ക് ബിജിദ്ഇൻ നഖ്ല എന്ന് പറഞ്ഞല്ലോ. ഹുസ്സി ഇലൈക്ക്, നീ കുലുക്ക് എന്നാണ്, പിടിച്ചു കുലുക്കാൻ പറഞ്ഞല്ലോ. വഹുസ്സി ഇലൈക്ക്, നീ പിടിച്ചു കുലുക്കൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇഹ്തസ്സത്ത്, ഇളകുന്നു. മഴ ഭൂമിയിലേക്ക് വീഴുമ്പോൾ ഭൂമി ഇളകുന്നു, ഒന്ന് ചെറിയ ഒരു ഇളക്കം സംഭവിക്കുന്നു അല്ലേ? നമ്മൾ ഭൂമിയിൽ ഒഴിച്ചാൽ ഇളകുമല്ലോ. വ റബത്ത്, അപ്പം എന്താ സംഭവിക്കും? വ റബത്ത്, അങ്ങനെ മുളക്കാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ ഭൂമിയിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ ഭൂമി എന്തായും ഇളകുകയും, വ റബത്ത്, അങ്ങനെ അത് വികസിക്കുകയും ചെയ്യും അല്ലേ? അന്ന് ഇളകാൻ തുടങ്ങും, നനയാൻ തുടങ്ങും, നനയുമ്പോൾ ആ ഭൂമി വികസിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ചെടി എന്ത് ചെയ്യുന്നത്, വിത്തുകൾ എന്ത് ചെയ്യുന്നത്, പൊട്ടി മുളക്കുന്നത്. അപ്പോൾ ഇഹ്തസ്സത്ത് വ റബത്ത്, അങ്ങനെ വ അംബതത്, അമ്പത്ത് അറിയാലോ, നബുത്തുൻ,
ചെടി അല്ലേ, നബാത്ത് ചെടികൾ. അപ്പോൾ അമ്പത്ത അങ്ങനെ അത് മുളപ്പിക്കുകയും ചെയ്യുന്നു. അമ്പത്ത മുളപ്പിക്കുന്നു എന്നാണ്. അമ്പത്തത്ത് മുളപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാ മുളക്കാൻ കാരണം എന്താ? ആകാശത്ത് നിന്നും മഴ പെയ്തത് കൊണ്ടാണ്. ആ മഴ പെയ്തപ്പോൾ എന്തായി? ഭൂമി ഒന്ന് മണ്ണൊന്ന് ഇളകി. മണ്ണൊന്ന് ഇളകിയപ്പോൾ എന്ത് സംഭവിച്ചു? അതൊക്കെ ഒന്ന് വികസിച്ചു, ഒന്ന് അനങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ ഒന്ന് മുളച്ചു. അമ്പത്തത്ത് അങ്ങനെ മുളപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ്? മിൻകുല്ലി സൗജിൻ ബഹീജ്. സൗജ് എന്ന് പറഞ്ഞാൽ എല്ലാതരം ഇണകൾക്കാണ് സൗജ് എന്ന് പൊതുവെ പറയുക. അപ്പോൾ സൗജ് എല്ലാതരം എന്നർത്ഥത്തിൽ എല്ലാതരത്തിലെയും എല്ലാ ഇണകളിലെയും എല്ലാ ജോഡികളെയും. മിൻകുല്ലി സൗജിൻ ബഹീജ്. ബഹീജ് എന്ന് പറഞ്ഞാൽ പിന്നെ കൗതുകമുള്ള, വർണ്ണമുള്ള, വർണ്ണശോഭയാർന്ന. അപ്പോൾ കൗതുകമാർന്ന എല്ലാതരം ചെടികളെയും മുളപ്പിക്കുകയും ചെയ്തു എന്നാണ്. മനോഹരമായ ബഹീജ്, മനോഹരമായ, വർണ്ണമുള്ള, ശോഭയുള്ള എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. അങ്ങനെ ആകാശത്ത് നിന്ന് മഴ ഇറങ്ങിയപ്പോൾ ആ ഭൂമി ആദ്യം എങ്ങനെയായിരുന്നു? വതറൽ അർള ഹാമിദത്തൻ, നല്ല ഉണങ്ങിയ നിർജീവമായ ഭൂമിയായിരുന്നു. ആ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങിയപ്പോൾ, മഴ ഇറങ്ങിയപ്പോൾ അതിൽ ചെടികൾ, സസ്യലതാദികൾ മുളക്കുവാൻ തുടങ്ങിയെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇത് എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്നാണ്. ഖുർആൻ പറഞ്ഞത് ഖിയാമത്ത് നാളുണ്ട് എന്നാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്നത് ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്നഹു യുഹ്യിൽ മൗത വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും അല്ലാഹു സത്യമാണ്. ഈ 5-ാമത്തെ ആയത്തിലൂടെ തെളിയിച്ചത് അല്ലാഹു സത്യമാണ് എന്ന വിഷയമാണ്. വഅന്നഹു യുഹ്യിൽ മൗത, ഇങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഖുദ്റത്തുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ള ഹയ്യുൽ ഖയ്യൂമായവനാണ് അല്ലാഹു. അപ്പോൾ അത് തെളിയിക്കുവാനാണ് എന്ത് പറഞ്ഞത്? വതറൽ അർള ഹാമിദത്തൻ, ആ നിർജീവമായ ഭൂമി നോക്കൂ എന്ന് പറഞ്ഞത്. അല്ലാഹു യുഹ്യിൽ മൗത, മരിച്ചവരെ ഇങ്ങനെയാണ് ജീവിപ്പിക്കുക. ഉണങ്ങിപ്പോയ ചെടികൾ മാർച്ച് മാസത്തിലും ഏപ്രിലും മെയിലും വിണ്ട് കീറിയ വരണ്ട ഭൂമിയെ നീ ജൂണിലെ ആ ചാറ്റൽ മഴ വരുമ്പോഴേക്കന്നെ നല്ല പച്ചപ്പ് കാണുമ്പോൾ മനുഷ്യ നീ മനസ്സിലാക്കേണ്ടത്, നീ മരിച്ചാൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഈ റബ്ബിന് ഒരു പണിയും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തുകൊണ്ടില്ല? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോൾ അള്ളാഹു ആ രൂപത്തിൽ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.